Hi all, welcome back to another session of hydraulics. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒറിഫൈസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഒറിഫൈസ് നമ്മൾ കണ്ടു, ഒറിഫൈസിന്റെ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് കണ്ടു. ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എക്സ്പെരിമെന്റൽ ആയിട്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാന്ന് കണ്ടു. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഒറിഫൈസസിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ടൈപ്പ് ഓഫ് ഒറിഫൈസ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻ കണ്ടു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചത് ജനറൽ ആയിട്ട് ഒരു സിമ്പിൾ സ്മോൾ ഒറിഫൈസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്, ഒരു സ്മോൾ ഒറിഫൈസിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. പക്ഷെ സ്മോൾ ഒറിഫൈസ് മാത്രമല്ല ഉള്ളത് നമുക്കറിയാം, നമ്മൾ പല ടൈപ്പ് ഒറിഫൈസസ് കണ്ടല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒറിഫൈസസിലെ ഡിസ്ചാർജ് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ അത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാന്നൊക്കെയാണ്. സോ in the session 3 of module 2 we will be discussing about discharge through large rectangular and submerged orifices. നമ്മൾ സബ്മേർജ്ഡ് ഒറിഫൈസസിന്റെ രണ്ട് കേസ് കണ്ടിരുന്നു അല്ലെ, പാർഷ്യലി സബ്മേർജ്ഡും ഫുള്ളി സബ്മേർജ്ഡും. അപ്പൊ ഈ മൂന്ന് കേസിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും, അത് കഴിഞ്ഞ് പ്രോബ്ലംസ് ചെയ്യും. സോ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ്, ഡിസ്ചാർജ് ത്രൂ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ്, ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ് us start with the first, which is discharge through large rectangular orifice. So large orifice എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കണ്ടിരുന്നു അല്ലെ. നമ്മുടെ ഹെഡ് ഓവർ ദ ഒറിഫൈസും നമ്മുടെ ഡെപ്ത് ഓഫ് ഒറിഫൈസും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഹെഡും 5D തമ്മിലുള്ള റിലേഷൻ വെച്ചാണ് സ്മോൾ ഒറിഫൈസോ ലാർജ് ഒറിഫൈസോ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഹെഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറിഫൈസിന്റെ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ അല്ലെ, എച്ച് ഈസ് ലെസ് ദാൻ 5D ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ലാർജ് ഒറിഫൈസ് എന്ന് വിളിക്കും. ഇനി പല ടൈപ്സ് ഓഫ് ഒറിഫൈസ് കണ്ടതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ വെച്ചിട്ടും ഒറിഫൈസിനെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ആ സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാം എന്തായിരുന്നു, സർക്കുലർ ഒറിഫൈസ് ആയിരുന്നു. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടാങ്കുലർ ഒറിഫൈസ് ആണ്. ഇപ്പൊ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആണെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക തുടക്കത്തിൽ. ഓക്കെ, സോ ലെറ്റ് us see what is large റെക്ടാങ്കുലർ ഒറിഫൈസ്. ഇതാണ് ലാർജ് ഒറിഫൈസ് അല്ലെ. നിങ്ങൾക്ക് കഴിഞ്ഞ ചിത്രങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ടാങ്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒറിഫൈസിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ലാർജ് ഒറിഫൈസ്. ഇനി കൺസിഡർ എ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് അറ്റ് വൺ സൈഡ് ഓഫ് എ ടാങ്ക് ഡിസ്ചാർജിങ് ഫ്രീലി ഇൻ ടു അറ്റ്മോസ്ഫിയർ അണ്ടർ കോൺസ്റ്റന്റ് ഹെഡ്. സോ യു ഹാവ് എ ടാങ്ക് ഇൻ വിച്ച് യു ഹാവ് എ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ഓൺ ഇറ്റ് സൈഡ്. ഇതിൽ കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ലേ, ഒരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുത്തിട്ട് കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യും. വാട്ടർ പോകുന്നതിനനുസരിച്ച് ഇവിടെ വെള്ളം ഫില്ല് ചെയ്ത് കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു വാട്ടർ സപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് റെക്ടാങ്കുലർ ഒറിഫൈസ് ആണ്. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ആയിരിക്കും അല്ലെ, വിഡ്ത്ത് ബി, ഡെപ്ത് ഡി. സോ ബി ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ ഒറിഫൈസ്, T is the depth of the rectangular orifice, and H is the head over the orifice. Head എങ്ങനെയാ, സെന്റർ ഓഫ് ഒറിഫൈസിൽ നിന്ന് ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹെഡ് എന്ന് പറയാം അല്ലെ. സോ ഇവിടെ ഹെഡ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മളൊരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, നൗ നമുക്ക് കുറച്ച് പാരാമീറ്റർ വേണം അല്ലെ. സോ സാധാരണ നമ്മൾ ഈ ഹെഡ് ഓവർ ദ ഒറിഫൈസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ ഇത് ഒരു ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആവുമ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് വരും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ H1 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സർഫസിൽ നിന്ന് നമ്മുടെ ഒറിഫൈസിന്റെ ടോപ്പ് എഡ്ജ് ഉണ്ടല്ലോ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഇത് വാട്ടർ സർഫസ്, ഇത് ഒറിഫൈസിന്റെ ടോപ്പ് എഡ്ജ്. ആ ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറയുന്നത്. ഇനി H2 ഉണ്ട്. H2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ ഒറിഫൈസിന്റെ ബോട്ടത്തിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ്. സോ H1 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ടോപ്പിൽ നിന്ന് ഫ്രീ സർഫസ് വരെ, H2 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ബോട്ടത്തിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ. നൗ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, H1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് അബൌവ് ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫൈസ്, H2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് അബൌവ് ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ഒറിഫൈസ്, B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഒറിഫൈസ്, D എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഒറിഫൈസ്. ഇപ്പം ഡെപ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, H2 മൈനസ് H1 എന്ന് അറിയാം. അല്ലെങ്കിൽ H1 തന്നിട്ടുള്ളൂ, H2 നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, H1 പ്ലസ് D ചെയ്താൽ H2 ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും ചെയ്യാം. നമുക്ക് ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. H എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ഒറിഫൈസ്. ഹെഡ് ഓവർ ദ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി സെന്ററിൽ നിന്ന് എടുക്കുന്നത് ഹെഡ് ആണ്, ഹെഡ് ഓവർ ദ ഒറിഫൈസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്ചാർജ് ഡിറൈവ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ രണ്ട് സെക്ഷൻ എടുത്തു. ആ രണ്ട് സെക്ഷൻ എടുത്ത സമയത്ത്
ബെർണൌളിസ് തിയറം അപ്ലൈ ചെയ്തു. ബെർണൌളിസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. അതിൽ ഡെറിവേഷൻ സമയത്ത് V1 is negligible എന്ന് എടുത്തായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? നമ്മൾ ടാങ്കിന്റെ ഏരിയയും നമ്മുടെ ഒറിഫൈസിന്റെ ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ ടാങ്കിന്റെ ഏരിയ വളരെ കൂടുതലാണ് അല്ലെ. ടാങ്കിന്റെ ഏരിയ വളരെ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി വളരെ കുറയും. അപ്പൊ ആ വെലോസിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ കേസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് V1 നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? V1 എന്ന് പറയുന്ന സാധനം ടാങ്കിന്റെ ഏരിയ കൂടെ പാസ് ചെയ്യുന്നു അല്ലെ. ടാങ്കിന്റെ ഏരിയ കൂടെ പാസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ ടാങ്കിന്റെ ഏരിയയും ഒറിഫൈസിന്റെ ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ അത് തമ്മിൽ വല്ലാത്ത വ്യത്യാസമൊന്നും ഇല്ല. ഒരു മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് V1 നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസിന് നമ്മൾ ഡിസ്ചാർജ് ഒരു വേറെ രീതിയിൽ വേറൊരു അപ്രോച്ചിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ V1 ഉം V2 ഉം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഡെറിവേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഇതൊന്ന് മനസ്സിൽ വെക്കാം. ഓക്കെ, നൗ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതൊരു വലിയൊരു ഒറിഫൈസ് ആണ് അല്ലേ. അപ്പം നമുക്ക് കാണാം B/D എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷനുള്ള ഏരിയ ഉള്ള ഒരു ഒറിഫൈസ് ആണ്. നമ്മൾ സാധാരണ ചെറുതിന്ന് വലുതോട്ട് എങ്ങനെയാ പോവാറ്? നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോളിക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചെയ്തത്? ഒരു സെക്ഷൻ എടുത്തിട്ട് അത് ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. ആ സ്ട്രിപ്പിൽ നമുക്ക് വേണ്ട പാരാമീറ്റർ ഏതാണോ അത് കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ. സെയിം കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് കൺസിഡർ ആൻ എലമെന്ററി സ്ട്രിപ്പ് ഓഫ് ഡെപ്ത് DH at a depth of h below the free surface of liquid. അപ്പൊ നമ്മൾ ഇതാണല്ലോ ഈ ഒറിഫൈസിന്റെ ക്രോസ് സെക്ഷൻ. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒറിഫൈസ് ഇങ്ങനെ ഇരിക്കും. സോ ഈ ഒറിഫൈസിൽ നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസിൽ DH ഡെപ്ത് ഉള്ള ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ആ സ്ട്രിപ്പിന്റെ ഡെപ്ത് DH ആണ്. ആ സ്ട്രിപ്പ് ഫ്രീ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. h ഡിസ്റ്റൻസിൽ DH ഡെപ്തിൽ ഒരു സ്ട്രിപ്പ് ഉണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, നമ്മുടെ ഒറിഫൈസിന്റെ ഒരു പോർഷൻ ആണല്ലേ. ഒറിഫൈസിന്റെ ഒരു ചെറിയ പോർഷൻ അല്ലേ ഇത്. ആ ചെറിയ പോർഷനിലേക്ക് കൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒറിഫൈസിന്റെ ചെറിയ പോർഷൻ, അതായത് ഈ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഡിസ്ചാർജിനെ H1 തൊട്ട് H2 വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫൈസ് കിട്ടും. അതിനാണ് നമ്മൾ ഈ സ്ട്രിപ്പ് എടുക്കുന്നത്. സോ ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുന്നു, അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഡിസ്ചാർജിനെ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ മുന്നോട്ട് പോവുക. സോ നമുക്ക് ആദ്യം സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അല്ലേ. സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രിപ്പിന്റെ ഏരിയ വേണം, വെലോസിറ്റി വേണം, CD വേണം. CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വെലോസിറ്റി ആണ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലേ. സോ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്ട്രിപ്പാണ്. അപ്പൊ ഏരിയ ഓഫ് ഒറിഫൈസ് എന്തായി? ഏരിയ ഓഫ് സ്ട്രിപ്പ് ആയി. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ട്രിപ്പ് ഹിയർ? ഏരിയ ഓഫ് സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു റെക്ടാങ്കിൾ ആണല്ലേ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് അല്ലേ. സോ ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ B ആണ്, ഡെപ്ത് എന്ന് പറഞ്ഞാൽ DH ആണ്. സോ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ്? B ഇൻറ്റു DH. എളുപ്പമല്ലേ. സോ ഏരിയ B ഇൻറ്റു DH ആണ്. നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തിയറട്ടിക്കൽ വെലോസിറ്റി വേണം അല്ലേ. സോ തിയറട്ടിക്കൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ √2gh. H എന്ന് പറഞ്ഞാൽ എന്താ? ആ പെർട്ടിക്കുലർ ഒറിഫൈസിന്റെ ഹെഡ്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ സ്ട്രിപ്പാണ്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ എടുക്കുന്നത് സ്ട്രിപ്പാണ്. ഇപ്പൊ സ്ട്രിപ്പിന്റെ ഹെഡ് ഇവിടെ ആക്ച്വലി എന്താ? ഈ ഒരു ഡെപ്ത് ആണ് അല്ലെ. അതെന്താണ്? H ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെഡ് ഓവർ ദ ഒറിഫൈസ് ക്യാപിറ്റൽ H ആണ്. ഈ ഒരു സ്ട്രിപ്പ് ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ h. ഓക്കെ, ഡെപ്ത് ഓഫ് സ്ട്രിപ്പ് ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് H അല്ലെ. സോ തിയറട്ടിക്കൽ വെലോസിറ്റി വിൽ ബി √2gh where h is സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്റർ H എടുക്കാൻ കാരണം നമ്മൾ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രിപ്പിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ സ്മോൾ h ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ h എടുക്കുന്നത്. സോ തിയറട്ടിക്കൽ വെലോസിറ്റി √2gh, ഏരിയ ഓഫ് സ്ട്രിപ്പ് BDH. ഇനി എങ്ങനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം? ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ്, ആക്ച്വൽ ഡിസ്ചാർജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ. ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വെലോസിറ്റി ആണ് തിയറട്ടിക്കൽ ഡിസ്ചാർജ്. അതേ ഇൻറ്റു CD എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ്. അത് നമ്മൾ ഒറ്റ സിംഗിൾ സെന്റൻസിൽ എഴുതുന്നതാണ് ഇവിടെ. CD ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി. സോ CD ഏരിയ ഓഫ് സ്ട്രിപ്പ് BDH, നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh. സോ ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ്, ഈ ചെറിയ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് CD ഇൻറ്റു BDH ഇൻറ്റു √2gh. ഓക്കെ,
ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾക്ക് എന്താ വേണ്ടേ? സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നമുക്ക് വേണ്ട എന്താ? ആ ഒറിഫൈസിൽ കൂടെയുള്ള ഡിസ്ചാർജ് എത്രയാണ്. സാധാരണ ചെറുതിനെ വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ? ഇവിടെ എവിടെ തൊട്ട് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? H1 തൊട്ട് H2 വരെ. അതായത് ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓർബിറ്ററി സ്ട്രിപ്പാണ്. ഇത് ഈ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സ്ട്രിപ്പിനെ റെക്ടാങ്കിളുടെ ടോപ്പ് മുതൽ റെക്ടാങ്കിളുടെ ബോട്ടം വരെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക ആ ക്വാണ്ടിറ്റീനെ. വാട്ട് we will do is we will be integrating equation 1, അതായത് discharge through the strip from H1 to H2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ ഒറിഫൈസിൽ കൂടെയുള്ള ഡിസ്ചാർജ് കിട്ടും. സോ ഒറിഫൈസിലെ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ H1 to H2 CD into BDH into integral root 2 GH. CD BDH integral root 2 GH. ഇവിടെ കുറെ കോൺസ്റ്റന്റ്സ് ഉണ്ട് അല്ലേ? CD എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്. ബി എന്താണ്? വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ, അതും കോൺസ്റ്റന്റ് ആണ്. DH കോൺസ്റ്റന്റ് അല്ല അല്ലെ? സ്ട്രിപ്പിന്റെ ഡെപ്ത് ആണ്, അതൊരു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ്. റൂട്ട് 2G അല്ലെ? റൂട്ട് 2G എന്ന് പറഞ്ഞാൽ ജിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരിക്കലും മാറാത്ത സാധനമല്ല. സോ റൂട്ട് 2G BCD ഇത്രയും കാര്യങ്ങൾ നമുക്ക് പുറത്തെടുത്തൂടെ? സോ വാട്ട് യു ഗെറ്റ്? CDB into root 2G into integral H1 to H2 H raised to half into DH. എന്താ H raised to half എന്ന് പറഞ്ഞാൽ? റൂട്ട് എച്ചിന് സാധാരണ നമുക്ക് H raised to half എന്ന് എഴുതാം അല്ലെ? ഒരു റൂട്ട് വന്നാൽ അത് റേസ് ടു ഹാഫ് എന്നാണ് അതിന്റെ അർത്ഥം. സോ റൂട്ട് എച്ച് എന്നുള്ളതിന് ഞാൻ H raised to half എന്ന് എഴുതുന്നു. സോ യുവർ ഇക്വേഷൻ ചേഞ്ചസ് ടു CDB into root 2G into H1 to H2 H half DH. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടാവും മാത്സിലൊക്കെ. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്? ഓർമ്മയുണ്ടാവും. വാട്ട് ഈസ് ഇന്റഗ്രൽ എക്സ് ഇൻ ഡി എക്സ്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 അല്ലെ? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് അല്ല, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്. എക്സ് ഡി എക്സ് ആണെങ്കിൽ x²/2 എന്ന് വരും. അപ്പോൾ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എന്ത് വരും? എക്സ് റേസ് ടു n+1/n+1. ഇപ്പൊ നമുക്ക് ഇവിടെ എച്ച് റേസ് ടു ഹാഫ് ഡി എച്ച് ആണ് അല്ലെ? എച്ച് റേസ് ടു ഹാഫ് ഡി എച്ചിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? എച്ച് റേസ് ടു ഹാഫ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഹാഫ് പ്ലസ് 1. ഓക്കെ, ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അര പ്ലസ് 1 എത്ര? 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലെങ്കിൽ 3/2 അല്ലെ? സോ CDB into root 2G into H raised to 3/2 സോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആവുമ്പോൾ അല്ലെ, ഒരു റേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതണം. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് H2 ആണ്, ലോവർ ലിമിറ്റ് H1 ആണ് അല്ലെ? CD into B into root 2G into H raised to 3/2 വിത്തിൻ ലിമിറ്റ് H1 to H2. നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ 2/3 CDB into root 2G into H2 raised to 3/2 minus H1 raised to 3/2. So you get discharge through large rectangular orifice is equal to Q is equal to 2/3 CDB into root 2G into H2 raised to 3/2 മൈനസ് H1 raised to 3/2. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്, അതായത് ഒറിഫൈസിന്റെ വിഡ്ത്ത്. H2 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ബോട്ടത്തിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ്. H1 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ടോപ്പിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇക്വേഷൻ മെമ്മറൈസ് ചെയ്യണം. 2/3 CDB into root 2G into H2 raised to 3/2 minus H1 raised to 3/2. സോ ഇവിടെ നമ്മൾ ചെയ്തത് ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ചെറിയ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമുക്കൊരു ചെറിയ പ്രോബ്ലം ചെയ്തു നോക്കാം. ഇതാണ് പ്രോബ്ലം. ഓക്കെ, എ റെക്ടാങ്കുലർ ഒറിഫൈസ് 0.9 meter wide and 1.2 meter deep is discharging water from a vessel. ഓക്കെ, 0.9 meter wide ആണ്, 1.2 meter ഡെപ്ത് ഉണ്ട്. അത് ഒരു വെസൽ ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ? ആ വെസലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു ഒറിഫൈസ്. ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫൈസ് ഈസ് 0.6 meter ബിലോ ദ വാട്ടർ സർഫസ്. ടോപ്പ് എഡ്ജ് 0.6 മീറ്ററിലാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫൈസ് ഇഫ് CD is equal to 0.6 and also find the percentage error if the orifice was treated as a small orifice. ഇവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസിന്റെ കേസിലോട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു എന്താണ് പറയാ, ഒരു പ്രൂഫായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തെ വേണം പറയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഒറിഫൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒറിഫൈസിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് ഒറിഫൈസിന്റെ സൈസ് തന്നിട്ടുണ്ട്. അതൊരു റെക്ടാങ്കുലർ ഒറിഫൈസ് ആണ്. ഓക്കെ, അതിന്റെ ടോപ്പ് എഡ്ജ് 0.6 meter ബിലോ
സർഫസ് ആണ്. ബോട്ടം എഡ്ജ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഡെപ്ത് ഒറിഫൈസിന്റെ ഡെപ്ത് തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്. സോ H1 പ്ലസ് ഡി ആണ് H2 അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസിന്റെ ഇക്വേഷൻ വെച്ച് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടാമത്തെ പോർഷനിൽ പറയുന്നത് ഓൾസോ ഫൈൻഡ് ദ പെർസെന്റേജ് എറർ ഇഫ് ദ ഒറിഫൈസ് വാസ് ട്രീറ്റഡ് ആസ് എ സ്മോൾ ഒറിഫൈസ്. ഇനി ഇതല്ല, ഇത് ലാർജ് ഒറിഫൈസ് അല്ല, നിങ്ങൾ സ്മോൾ ഒറിഫൈസ് ആയിട്ടാണ് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുന്നെങ്കിൽ, അതായത് നമുക്ക് ആക്ച്വലി ഇതൊരു ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആണ്, നിങ്ങൾ അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത്, ഇതൊരു സ്മോൾ റെക്ടാങ്കുലർ ഒറിഫൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ അതിന്റെ ഡിസ്ചാർജ് എത്രയായിരിക്കും? ആ ഡിസ്ചാർജും നമ്മുടെ ആക്ച്വൽ ഡിസ്ചാർജും തമ്മിൽ എത്ര പെർസെന്റേജ് വേരിയേഷൻ ഉണ്ട്? ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ ആണ് അല്ലെ, രണ്ട് പാർട്ട് സിമ്പിൾ ആണ്, ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇപ്പൊ തന്നിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. വിഡ്ത്ത് ഓഫ് ഒറിഫൈസ്, വിഡ്ത്ത് ബി ആണ് അല്ലെ, 0.9 മീറ്റർ. ഇനി ഡെപ്ത് ഓഫ് ഒറിഫൈസ് ഡി, അത് 1.2 മീറ്റർ. വിഡ്ത്ത് ഈസ് 0.9 മീറ്റർ, ഡെപ്ത് ഈസ് 1.2 മീറ്റർ. നൗ സി ഡി 0.6 തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ടോപ്പ് എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസ്, അത് എത്രയാ? 0.6 അല്ലെ. സോ H1 ഈസ് യുവർ 0.6. ഇനി നമുക്ക് H2 വേണം അല്ലെ. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? H2 raised to 3/2 മൈനസ് H1 raised to 3/2 ആണ്. അപ്പൊ H2 വേണം, H1 വേണം. അപ്പൊ H2 എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? H1 പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണ് H2 അല്ലെ. H1 ഇത് ഡെപ്ത് ഓഫ് ഒറിഫൈസ്, ഇത് H1 പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണ് H2. സോ ബോട്ടം എഡ്ജ് ഡിസ്റ്റൻസ് വിച്ച് ഇസ് H2 is equal to H1 plus D. So H1 0.6 ആണ്, D 1.2 ആണ്. അപ്പൊ എത്രയായിരിക്കും? 1.8 മീറ്റർ. സോ H1 കിട്ടി, H2 കിട്ടി, CD അറിയാം, എല്ലാം അറിയാം അല്ലെ. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. നൗ H വേണം. വാട്ട് ഈസ് H? നമുക്കറിയാം √2GH ആണ് അല്ലെ. H എന്താണ്? സോറി, ഇതിൻ്റെ അത് Hന്റെ ആവശ്യമില്ല. √2G into H2 raised to 3/2 minus H1 raised to 3/2 അല്ലേ. സോ ഡിസ്ചാർജ് ത്രൂ ദ larger rectangular orifice. What is the discharge through the larger rectangular orifice now? നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. Q is equal to 2/3 CD into B into √2G into H2 raised to 3/2 minus H1 raised to 3/2. Okay. CD B √2G into H2 raised to 3/2 minus H1 raised to 3/2. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, എല്ലാം നമുക്കറിയാം. സോ 2/3 CD ക്ക് പകരം 0.6, വിഡ്ത്തിന് പകരം 0.9, റൂട്ട് ഓഫ് 2 into 9.81 into H2 എത്ര? 1.8 raised to 3/2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ 0.6 raised to 3/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ഡിസ്ചാർജ് ത്രൂ ദ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് 3.109 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് നമ്മൾ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്ചാർജ് ഇത്രയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതെന്താണ്? നമ്മൾ സ്മോൾ റെക്ടാങ്കുലർ ഒറിഫൈസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തായിരുന്നെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എത്രയാണ്? ആ ഡിസ്ചാർജും നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഡിസ്ചാർജും തമ്മിൽ എത്ര പെർസെന്റേജ് വ്യത്യാസമുണ്ട് അല്ലെ. നമുക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് എന്ത് വേണം? ഡിസ്ചാർജ് ഇഫ് ദ ഒറിഫൈസ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്മോൾ ഒറിഫൈസ്. സോ സ്മോൾ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത, ഇന്നത്തെ ക്ലാസ്സിന് മുന്നേ വരെ ഡിസ്കസ് ചെയ്ത ഒറിഫൈസ്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക? CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി അല്ലെ. CD ഏരിയ ഓഫ് ഒറിഫൈസ്, തിയറട്ടിക്കൽ വെലോസിറ്റി. തിയറട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2GH. H എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ഒറിഫൈസ്. ഇവിടെയാണ് നമുക്ക് ആ Hന്റെ ആവശ്യം. ഓക്കെ. സോ സ്മോൾ ഒറിഫൈസ് ആവുന്ന സമയത്ത് ദ ഇക്വേഷൻ ചേഞ്ചസ് ടു ജസ്റ്റ് CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു √2GH. അതായത് ആക്ച്വൽ ഡിസ്ചാർജ് ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ഇൻറ്റു നമ്മുടെ തിയറട്ടിക്കൽ വെലോസിറ്റി √2GH അല്ലെ. ഏരിയ ഓഫ് ഒറിഫൈസ് A, പിന്നെ നമ്മുടെ ഡിസ്ചാർജ് കോഎഫിഷ്യന്റ് CD. സോ CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു √2GH. ഇതാണ് നമ്മുടെ സ്മോൾ ഒറിഫൈസിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ CD ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി, CD B ഇൻറ്റു D √2GH. CD ഇൻറ്റു BD ഇൻറ്റു √2GH. BD എടുക്കാൻ കാരണം ഇവിടെ ഏരിയ ഓഫ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ഏരിയ റെക്ടാങ്കുലർ ആണ് അല്ലെ. സാധാരണ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊക്കെ നമുക്ക് സർക്കുലർ ഒറിഫൈസ് ആയിരുന്നു. സോ π/4 d² എടുത്തു. ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതൊരു റെക്ടാങ്കുലർ ഒറിഫൈസ് ആണ്. സോ യു ടെക് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെ, B ഇൻറ്റു D എടുക്കുന്നു, √2GH. ഇവിടെ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ഒറിഫൈസ് ആണല്ലേ. സോ ആ ഒരു ഒറിഫൈസിനെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഹെഡ് എന്താണ്? ഒറിഫൈസിന്റെ സെന്ററിൽ നിന്ന് വാട്ടർ ലെവൽ വരെ അല്ലെ, ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. സോ √2GH. ഇവിടെ H എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? H നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? H എത്രയായിരിക്കും? H1 പ്ലസ്
d/2 അല്ലെ. h1 പ്ലസ് ഇത് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണ്. ഡെപ്ത് ഓഫ് ഒറിഫൈസ് ബൈ 2 പ്ലസ് h1 ആയിരിക്കും നമ്മുടെ എന്ത് എച്ച് എന്ന് പറഞ്ഞാൽ. സോ ആ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജ് ത്രൂ സ്മോൾ ഒറിഫൈസ് കണ്ടുപിടിക്കാം. CD 0.6 ആണ്, ബി എന്ന് പറഞ്ഞാൽ 0.9 ആണ്, ഡെപ്ത് 1.2 ആണ്. നൗ 2 into 9.81 എച്ചിന് നമ്മൾ എന്ത് ചെയ്യും, h1 പ്ലസ് d/2. h1 എന്ന് പറഞ്ഞാൽ 0.6 ആണല്ലോ, 0.6 പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് 1.2 ആണ്, 1.2/2. സോ 0.6 പ്ലസ് 0.6 എത്രയാ, 1.2 ആയിരിക്കും ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഡിസ്ചാർജ് ത്രൂ ദ സ്മോൾ ഒറിഫൈസസ് 3.144 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആദ്യത്തെക്കാലം കുറച്ച് കൂടിയ വാല്യൂ ആണ് അല്ലേ. സോ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് 3.109 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതേ ഒറിഫൈസിനെ നമ്മൾ സ്മോൾ ഒറിഫൈസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എത്രയാണ്, 3.144 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എറർ ആണ്. സോ ആക്ച്വൽ വാല്യൂ ഇതാണ്, തെറ്റായ വാല്യൂ ഇതാണ്. സോ സാധാരണ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിഫറൻസ് ബൈ ആക്ച്വൽ വാല്യൂ ഇൻറ്റു 100. അതായത് എറർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിഫറൻസ് ബൈ ആക്ച്വൽ വാല്യൂ ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. സോ പെർസെൻറ്റേജ് എറർ വെൻ ദ ഒറിഫൈസ് ഈസ് കൺസിഡേർഡ് as സ്മോൾ 3.14. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 3.144 മൈനസ് 3.10 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാർജ് ഒറിഫൈസ് ആണ് ശരിക്കും ഇത്. സോ ആക്ച്വൽ വാല്യൂ 3.109. So 3.144 minus 3.109 by 3.109 is equal into 100, which is equal to 1.125%. So ഒരു ലാർജ് ഒറിഫൈസ്, ഈ പ്രോബ്ലത്തിൽ ലാർജ് ഒറിഫൈസിനെ നിങ്ങൾ സ്മോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് വാല്യൂവിൽ 1.125% വ്യത്യാസം ഉണ്ടാകും. സോ ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് മെയിൻലി ചോദിക്കുക. സോ ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നല്ല, ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ അങ്ങനെയാണ്, ഫുൾ ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ അതിന്റെ ടേംസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് കണ്ടു. അടുത്തത് ഡിസ്ചാർജ് ത്രൂ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ്. നമ്മൾ ഒറിഫൈസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസസും സബ്മേർജ്ഡ് ഒറിഫൈസും കണ്ടു അല്ലെ. ഫ്രീ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒറിഫൈസിനാണ് നമ്മൾ ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസ് എന്ന് പറയാം. സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫുള്ളായിട്ടോ പാർഷ്യൽ ആയിട്ടോ അതിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റിൽ വേറൊരു ലിക്വിഡ് അല്ലെങ്കിൽ സെയിം ലിക്വിഡ് തന്നെ ഉണ്ടാവും. അപ്പൊ ആ ലിക്വിഡിലോട്ടായിരിക്കും ഡിസ്ചാർജ് സംഭവിക്കുക. അങ്ങനെയുള്ളതിനാണ് സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഡ്രൗണ്ട് ഒറിഫൈസ് എന്ന് നമ്മൾ വിളിക്കുക. അതിന് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഫുള്ളി സബ്മേർജ്ഡും പാർഷ്യലി സബ്മേർജ്ഡും. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസിനെ കുറിച്ച്. സോ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി. എ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് ഓർ ഫുള്ളി ഡ്രൗണ്ട് ഒറിഫൈസ് is the orifice which has whole of its outside side submerged under same liquid ആണ്, so that it discharges jet of liquid into a liquid of same kind. So ചിത്രം നോക്കാം നമുക്ക്. ഇതാണ് ഫുള്ളി സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഫൈസ് ഇതാണ് അല്ലേ. ദിസ് ഒറിഫൈസിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി സബ്മേർജ്ഡ് അണ്ടർ സെയിം ലിക്വിഡ്. സോ ഇതാണ് നമ്മുടെ ലിക്വിഡ് ടാങ്കിലുള്ള. ആ ടാങ്കിന്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറയുന്ന സ്ഥലത്ത് എഗെയിൻ വാട്ടർ ഉണ്ട്. ഇതിപ്പോ വാട്ടർ ആണെങ്കിൽ ഇവിടെയും വാട്ടർ ഉണ്ട്. ആ വാട്ടറിൽ മുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഒറിഫൈസ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഈ മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിലോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലോട്ട് ആയിരിക്കില്ല. അങ്ങനെ ഫുള്ളായിട്ട് ഔട്ട്ലെറ്റിലുള്ള ലിക്വിഡിലോട്ടാണ് നമ്മുടെ ഒറിഫൈസിൽ നിന്ന് ഡിസ്ചാർജ് നടക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് വിളിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഫൈസിന്റെ ടോപ്പിൽ നിന്ന് അപ്സ്ട്രീം സൈഡിലെ, അതായത് ടാങ്കിന്റെ സൈഡിലെ ലിക്വിഡ് ലെവലിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് h1. ഇനി ഒറിഫൈസിന്റെ ബോട്ടത്തിൽ നിന്ന് ടാങ്കിലോട്ടുള്ള വാട്ടർ ലെവലിലോട്ടുള്ള ഡിസ്റ്റൻസ് h2. ഇനി അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും വെള്ളമുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെള്ളമാണെന്ന് വിചാരിക്കാം. വെള്ളമാണെങ്കിൽ നമ്മൾ ജനറലി ലിക്വിഡിന്റെ കേസാണ് പറയുന്നത്, നമ്മൾ ഹൈഡ്രോളിക്സ് പഠിക്കുന്നുണ്ട് വെള്ളം എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് സ്ഥലത്തും വെള്ളമാണെങ്കിൽ ഇവിടെയും വെള്ളമാണെങ്കിൽ രണ്ട് അപ്സ്ട്രീമും ഉണ്ട് ഡൗൺ സ്ട്രീമും ഉണ്ട് അല്ലേ. സോ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് h. ഓക്കെ, 3 പാരാമീറ്റർ. സോ ഒന്നാമത്തെ പാരാമീറ്റർ h1. h1 h2 നേരത്തെ കണ്ടതിന് സെയിം ആണ്. ഒന്ന് നമ്മുടെ ഒറിഫൈസിന്റെ ടോപ്പ് എഡ്ജിൽ നിന്ന്
ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, രണ്ടാമത്തെ ഒറിഫൈസിന്റെ ബോട്ടം എഡ്ജിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് H1ഉം H2ഉം. ഇനി H എന്ന് പറഞ്ഞാൽ എന്താ? H എന്ന് പറഞ്ഞാൽ രണ്ട് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് H. ഓക്കെ, ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി ഏരിയ ഓഫ് ഒറിഫൈസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്താ, ഇത് റെക്ടാങ്കുലർ ആണെങ്കിൽ വിഡ്ത്തും ഡെപ്തും ആയിരിക്കും, സർക്കുലർ ആണെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും, സെയിം. ഇനി നോക്കുക, consider 2 points, one on the upstream side and point 2 on the vena contracta. Okay, നമ്മൾ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. നമ്മൾ നേരത്തെ പോലെ ബെർണൗളിസ് തിയറി അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സോ പോയിന്റ് 1, പോയിന്റ് 2 എടുത്തു. 1 എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലാണ്, പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ വെന കോൺട്രാക്റ്റിനാണ്. സോ വെന കോൺട്രാക്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നൗ H1, H2, B, D, H നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. H1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അബോവ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഓറിഫൈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ്. H2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് അബോവ് ദി ബോട്ടം എഡ്ജ് ഓഫ് ദി ഓറിഫൈസ് അഗൈൻ ഓൺ ദി അപ്സ്ട്രീം സൈഡ്. B is the width of the orifice, D is the depth of the orifice. Now circular ആണെങ്കിൽ B into D, no difference. Now sorry, B into D അല്ല, diameter ആയിരിക്കും തരാം, D. Okay, now H എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ സെയിം മെത്തേഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യും. ഓക്കെ, നൗ height of water over center of orifice on the upstream side. നമ്മൾ സാധാരണ ഹെഡ് വേണം അല്ലേ? നമ്മൾ H എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ഒറിഫൈസ് എന്ന് സാധാരണ എല്ലാ കേസിലും എടുക്കാറുണ്ട്. അതായത് ഒറിഫൈസിന്റെ സെന്ററിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ സെന്റർ ഓഫ് ദ ഒറിഫൈസ് ഓൺ അപ്സ്ട്രീം സൈഡ്. ഇതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിൽ ഈ വാട്ടറിന്റെ ഹൈറ്റ് ഫ്രം സെന്റർ ഓഫ് ദ ഒറിഫൈസ്. ഓക്കെ, അപ്സ്ട്രീം സൈഡ് ഇത്, അവിടെ ഈ ഒറിഫൈസിന്റെ സെന്ററിൽ നിന്ന് ഈ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, ഇത് H1 അല്ലേ? H1 പ്ലസ് ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഫൈസിന്റെ ഡയമീറ്റർ ആണ്, സോറി ഒറിഫൈസിന്റെ ഡെപ്ത് ആണ് അല്ലേ? സോ ഒറിഫൈസിന്റെ ഡെപ്ത് ബൈ 2 പ്ലസ് H1 പ്ലസ് ഒറിഫൈസിന്റെ ഡെപ്ത് ബൈ 2, അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ഒറിഫൈസ്, സോറി head over the center of the orifice on the upstream side എന്ന് വെച്ചാൽ H1 plus D by 2 അല്ലേ? ഇപ്പോൾ നമുക്ക് D തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? H2 minus H1 ചെയ്താൽ D കിട്ടും അല്ലേ? H2 minus H1 ആണ് D. H2 minus H1 by 2, അതാണ് എന്ത്? D by 2 അല്ലേ? So what is your head over the orifice on the upstream side? It is H1 plus H2 minus H1 by 2. H2 minus H1 by 2 is nothing but depth of the orifice by 2 അല്ലേ? H2 minus H1 എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്, ഡെപ്ത് ബൈ 2 ആണ് H2 minus H1 by 2. സോ H1 plus H2 minus H1 by 2. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? H1 plus H2 by 2. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിലൊക്കെ നിങ്ങൾ ഓർത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ഹെഡ് ഓവർ ദ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി P1 by rho g ആണ് അല്ലേ? പ്രഷർ ഹെഡ് ആണ് P1 by rho g. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എടുത്താൽ അവിടെ വരുന്ന P1 by rho g ആണ് ഈ H1 plus H2 by 2. So H1 plus H2 by 2 is nothing but your P1 by rho g, which is your equation 1. ഇനി നമുക്ക് നോക്കാം, നമ്മൾ അപ്സ്ട്രീം സൈഡ് കഴിഞ്ഞു. ഇനി ഇതേപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ സെന്റർ ഓഫ് ദ ഒറിഫൈസ് ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ്. ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദ സെന്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ്. നമ്മൾ ഡൗൺ സ്ട്രീമിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എന്താ? ജസ്റ്റ് മുന്നത്തെ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത് അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു, അതാണ് H1 plus H2 by 2. നമുക്കിപ്പോൾ വേണ്ടത് ഡൗൺ സ്ട്രീമിൽ നിന്ന് ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. സോ അപ്സ്ട്രീമിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഡൗൺ സ്ട്രീമിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് രണ്ടു വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടില്ലേ? സോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, നമുക്ക് വേണ്ടത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു ഹെഡ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടത്തെ ഹെഡ് കിട്ടും അല്ലെ? ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ H1 plus H2 by 2, അതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡിലെ ഹെഡ്. H1 plus H2 by 2 മൈനസ് ഈ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ്, അത് H. സോ H1 plus H2 by 2 മൈനസ് H ആണ് ഡൗൺ സ്ട്രീം സൈഡിലെ ഹെഡ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് P2 by rho g. നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റ് വിനാ കോൺട്രാക്ട് ആണ്. വിനാ കോൺട്രാക്ട് ഡൗൺ സ്ട്രീം സൈഡിലാണ് അല്ലേ? സോ അവിടുത്തെ പ്രഷർ ഹെഡ് ആണ് അത്, P2 by rho g ആണ് ഇത്. സോ P2 by rho g is H1 plus H2 by 2 minus H.
P1 by rho g is H1 plus H2 by 2. So equation 1 കിട്ടി, equation 2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? 1ലും 2ലും ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്യാം. സോ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം സെയിം ലെവലാണ്. സോ Z1ഉം Z2ഉം ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഒരു സ്മോൾ റിഫൈസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ V1 എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് അല്ലേ? സോ Z1 is equal to Z2 and V1 is negligible. ഇത് നമ്മൾ സോറി കഴിഞ്ഞ ഡിസ്ചാർജ് ത്രൂ റിഫൈസിൽ നമ്മൾ കണ്ടു, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ Z1 Z2 ക്യാൻസൽ ചെയ്യാം, V1 സ്ക്വയർ ബൈ 2g ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ദിസ് ആൻഡ് ദിസ്, you will get P1 by rho g ക്ക് പകരം H1 plus H2 by 2, P2 by rho g ക്ക് പകരം H1 plus H2 by 2 minus H, V1 square by 2g പോയി, Z1 Z2 പോയി. ഓക്കെ, now V2 square by 2g അവിടെ ഉണ്ട്, Z2 ക്യാൻസൽ ചെയ്യും. സോ ദിസ് ഈസ് യുവർ ഇക്വേഷൻ. ബെർണൗളിസ് തിയറം നമുക്ക് ഇങ്ങനെ ആക്കാം. ഇവിടെ H1 plus H2 by 2, H1 plus H2 by 2 രണ്ടും കോമൺ അല്ലേ, ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു ഗെറ്റ് H is equal to V2 square by 2g. Now H കിട്ടി, നമുക്ക് വേണ്ടത് ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഡിസ്ചാർജിന് വേണ്ടത് വെലോസിറ്റി ആണ് അല്ലേ? സോ ഡിസ്ചാർജ് ഈ H നിന്ന് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ റിഫൈസ് V is equal to √2gh. ഓർക്ക, ഇവിടുത്തെ H എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ സെന്റർ ഓഫ് റിഫൈസിൽ നിന്ന് വാട്ടർ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് അല്ല. ഈ H എന്താണ്? നമ്മുടെ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് ഈ H എന്ന് പറയുന്നത്. സോ V is equal to √2gh. നൗ ഇതാണ് നമ്മുടെ തിയറട്ടിക്കൽ വെലോസിറ്റി. ഏരിയ ഓഫ് റിഫൈസ് എന്താണ്? A0, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇവിടെ റെക്ടാങ്കിൾ ആയതുകൊണ്ട് B ഇൻറ്റു ഡി. ഇനി സർക്കുലർ ആണെങ്കിൽ π/4 d². ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ കേസ് ആയതുകൊണ്ട് B ഇൻറ്റു ഡി. ഡി തന്നിട്ടില്ലെങ്കിൽ H2 മൈനസ് H1. സോ ഏരിയ ഓഫ് റിഫൈസ് ഇസ് ഈക്വൽ ടു B ഇൻറ്റു H2 മൈനസ് H1. സോ ഇതൊരു ജനറൽ കേസ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല, ജസ്റ്റ് ഏരിയ ഓഫ് റിഫൈസ് ആണ് ഇവിടെ വേണ്ടതെന്ന് ഓർക്കുക. സോ B ഇൻറ്റു ഡി നിങ്ങൾക്ക് എടുക്കാം. ഇനി സർക്കുലർ ആണെങ്കിൽ π/4 d² എടുക്കാം. ഇവിടെ ഡി തന്നിട്ടില്ല, റെക്ടാങ്കുലർ ആണ്. സോ H2 മൈനസ് H1 ആണ് അതിന്റെ ഡെപ്ത് നമ്മൾ എടുക്കുന്നു. സോ B ഇൻറ്റു H2 മൈനസ് H1. നൗ വാട്ട് വിൽ ബി ദ ഡിസ്ചാർജ്? CD ഇൻറ്റു ഏരിയ ഓഫ് റിഫൈസ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി അല്ലേ? യുവർ CD B H2 മൈനസ് H1 ഇൻറ്റു √2gh. So the discharge through fully submerged orifice is nothing but CD into area of orifice into √2gh. അങ്ങനെ വിളിച്ചാൽ മതി. CD into area of orifice into √2gh. ഇവിടെ ഏരിയ ഓഫ് റിഫൈസ് റെക്ടാങ്കുലർ ആയതുകൊണ്ട് നമ്മൾ B ഇൻറ്റു H2 മൈനസ് H1 അല്ലെങ്കിൽ B ഇൻറ്റു ഡി എന്ന് എടുക്കുന്നു, ഇൻറ്റു √2gh. ഡിഫറൻസ് ഇതാണ് സ്മോൾ റിഫൈസ് സാധാരണ സ്മോൾ റിഫൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. H എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ഹെഡ് ഓഫ് ദ റിഫൈസ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ലെവൽ ഇൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിലെയും ഡൗൺ സ്ട്രീം സൈഡിലെയും വാട്ടർ ലെവൽ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ H എന്ന് പറഞ്ഞത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഇക്വേഷൻ സെയിം ആണ്. CD ഇൻറ്റു ഏരിയ ഇൻറ്റു √2gh. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ചെറിയൊരു പ്രോബ്ലം ചെയ്യാം, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അവരൊന്നുമില്ല. ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ എ ഫുള്ളി സബ്മേർജ്ഡ് orifice of width 2 meter if the difference in water level on both sides of the orifice 50 centimeter. The height of the water from the top and bottom of the orifice are 2.5 meter and 2.75 meter respectively. Take CD is equal to 0.6. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ദ orifice, സോ റെക്ടാങ്കുലർ ആണ്, 2 meter ആണ് വിഡ്ത്ത്. ഡെപ്ത് തന്നിട്ടുണ്ടോ? ഇല്ല. സോ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ബോത്ത് സൈഡ്സ്. ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ്ട്രീം സൈഡിലെയും ഡൗൺ സ്ട്രീം സൈഡിലെയും വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് അത് 50 സെന്റിമീറ്റർ ആണ്. അത് നമ്മുടെ എന്താണ്? H ആണ് അല്ലേ? √2gh H, ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ബിറ്റ്വീൻ ടു സൈഡ്സ്. സോ H 0.5 മീറ്റർ ആണ്. 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 മീറ്റർ. നൗ ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ orifice are 2.5 meter and 2.75. ഇതെന്തൊക്കെയാണ്? H1 ഉം H2 ആണ് അല്ലേ? സോ ടോപ്പ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് H1, ദാറ്റ് ഈസ് 2.5 മീറ്റർ. ബോട്ടം എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് H2, that is 2.75 meter. Okay, now CD 0.6. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. CD ഇൻറ്റു ഏരിയ ഓഫ് orifice ഇൻറ്റു √2gh. സോ CD ഇൻറ്റു ഇവിടെ ഏരിയ ഓഫ് orifice എന്ന് പറഞ്ഞാൽ B ഇൻറ്റു H2 മൈനസ് H1, റെക്ടാങ്കിൾ ആണ്, B ഇൻറ്റു ഡി ആണ് അല്ലേ? സോ ഡെപ്ത് തന്നിട്ടില്ല, പകരം H2 ഉം H1 ഉം തന്നിട്ടുണ്ട്. H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡെപ്ത് തന്നെയാണ്. സോ CD ഇൻറ്റു B ഇൻറ്റു
H2 minus H1 into root 2 GH. ഇത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.62 ആണ് നമ്മുടെ ഡെപ്ത്, സോറി വിഡ്ത്ത്. ഇനി 2.75 മൈനസ് 2.5 ആണ് ഡെപ്ത്. റൂട്ട് ഓഫ് 2 into 9.8. ഇവിടുത്തെ H എന്നാണ് ആക്ച്വലി ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം അല്ലേ. സോ 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻസർ as 0.9396 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസേ ചോദിക്കുള്ളൂ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ജസ്റ്റ് പ്രശ്നം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ഏത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് അറിയണം. അതിൽ ഓരോ വാല്യൂസും എന്തൊക്കെയാണെന്ന് അറിയാം. ഈ എച്ച് ആയിരുന്നില്ല നേരത്തെ എച്ച് അല്ലേ, ഓരോ എച്ചിലും വ്യത്യാസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പ്രോബ്ലം ചെയ്താൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സോൾവ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ 2 കാര്യങ്ങൾ കണ്ടു. അടുത്തത് മൂന്നാമത്തത് ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ്. സോ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇതിന്റെ ഔട്ട്ലെറ്റ് പോർഷൻ പാർഷ്യലി സബ്മേർജ്ഡ് ആയിരിക്കും അല്ലേ. നേരത്തെ പറഞ്ഞു ഔട്ട്ലെറ്റ് പോർഷൻ ഫുള്ളി സബ്മേർജ്ഡ്, അതായത് ഒറിഫൈസ് മൊത്തം ലിക്വിഡിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഇവിടെ ഒറിഫൈസ് മൊത്തം ലിക്വിഡിന്റെ അടിയിലായിരിക്കില്ല, ഒറിഫൈസിന്റെ ഒരു പോർഷൻ ലിക്വിഡിന്റെ അടിയിലായിരിക്കും, ഒരു പോർഷൻ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രം കണ്ടറിയാം, ഇവിടെ ഇത്രയും പോർഷൻ ഫ്രീ ടു അറ്റ്മോസ്ഫിയർ ആണ്, ഇത്രയും പോർഷൻ ആ ലിക്വിഡിലോട്ടാണ് സബ്മേർജ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പാർഷ്യലി സബ്മേർജ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ H1 H2 ഒക്കെ ഇതിനും ഉണ്ട്. H1 എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ ടോപ്പ് എഡ്ജിൽ നിന്ന് ലിക്വിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, H2 എന്ന് പറഞ്ഞാൽ ബോട്ടം എഡ്ജിൽ നിന്ന് ലിക്വിഡ് സർഫസ് വരെ അപ്സ്ട്രീമിലുള്ള ഡിസ്റ്റൻസ്, H എന്ന് പറഞ്ഞാൽ ഈ 2 ലെവൽ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, 2 ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് H. ഓക്കെ, നൗ ഈ ഒരു പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 കേസിന്റെ സമ്മപ്പാണ്. നോക്കിക്കേ, ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ ഇവിടെ 2 പോർഷൻ ഉണ്ട്, ഒരു അപ്പർ പോർഷനും ഉണ്ട്, ഒരു ബോട്ടം പോർഷനും ഉണ്ട്. അപ്പർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസ് ആണ്. ബോട്ടം പോർഷൻ എടുത്താൽ അത് സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ്. അതെ, നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല, 2 പോർഷൻ ആയിട്ട് എടുക്കുന്നു. സോ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ പാർഷ്യലി സബ്മേർജ്ഡ് ആണ്, മുകളിൽ എയറിലോട്ട് താഴത്തെ വാട്ടറിലോട്ട് സബ്മേർജ്ഡ് കേസ്. സോ 2 ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു അപ്പർ പോർഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഫ്രീ ടു അറ്റ്മോസ്ഫിയർ അല്ലെ. ഈ ഒരു പോർഷൻ, ഈ ഒരു ആരോ മാർക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന എങ്ങോട്ടാ, അറ്റ്മോസ്ഫിയറിലോട്ട്. ബാക്കി 2 എങ്ങോട്ടാ, വാട്ടറിലോട്ട്. സോ യു ഹാവ് എ സബ്മേർജ്ഡ് പോർഷൻ ആൻഡ് യു ഹാവ് എ ഫ്രീ ഡിസ്ചാർജിങ് portion. Okay, so you have upper portion which behaves as a freely discharging orifice and lower portion which behaves as a submerged orifice. So നേരത്തെ 2 ഇക്വേഷൻ എടുക്കുക, ആ 2 ഇക്വേഷൻ സമ്മപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ചാർജ് കിട്ടും. അത്രേ ഉള്ളൂ ഇത്. സോ അപ്പർ പോർഷന്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ Q1 is equal to 2/3 CdB into root 2G into H2 raised to 3/2 minus H1 raised to 3/2 എന്ന് ആദ്യം എഴുതിയില്ലേ, ആ ഇക്വേഷൻ. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ H2 H1 നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ H2 എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തായിരുന്നു, അത് ഫ്രീലി ഡിസ്ചാർജിങ് ആകുമ്പോൾ ആ ഒറിഫൈസിന്റെ ബോട്ടം തൊട്ട് ഫ്രീ സർഫസ് വരെ. നമ്മുടെ H1 എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ടോപ്പ് തൊട്ട് നമ്മുടെ ഫ്രീ സർഫസ് വരെ. ഇവിടെ H2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ H2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന ഒറിഫൈസ് ഇത്രയേ ഉള്ളൂ അല്ലെ. ഈ നടുക്കത്തെ വര, നടുക്കത്തെ ആരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ വരെയുള്ളൂ നമ്മുടെ ഒറിഫൈസ്. അപ്പൊ ഇവിടുത്തെ H2 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ, ഈ ഫ്രീ സർഫസ് തൊട്ട് നമ്മുടെ ഒറിഫൈസിന്റെ ബോട്ടം വരെ, അതാണല്ലോ H2. അപ്പൊ ഇവിടുത്തെ ഒറിഫൈസ് നമ്മളിപ്പം ഇവിടം വരെ എടുക്കുന്നുള്ളൂ അല്ലെ, ഫ്രീലി ഡിസ്ചാർജിങ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ H2 എന്ന് പറഞ്ഞാൽ H ആണ്. ഓക്കെ, H raised to 3/2. ഇവിടുത്തെ H1 എന്ന് പറഞ്ഞാൽ സെയിം H1. സോ discharge through the upper portion which is a free discharging portion, you have the discharge is equal to 2/3 CD into B into root 2G into H raised to 3/2 minus H1 raised to 3/2. എപ്പോഴും ചെറുത് വലുത് കുറയ്ക്കുന്നത് ഓർത്താൽ മതി. പക്ഷെ ഏത് പോർഷൻ ആണെന്നും കൂടി എടുക്കണം. അപ്പർ പോർഷൻ ഫ്രീ ഡിസ്ചാർജിങ് ആണ്, അവിടുത്തെ വലുത് H, 2 വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ്, മൈനസ് H1 raised to 3/2, വലുത് മൈനസ് ചെറുത് 3/2. അതാണ് ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ. ഇനി ഡിസ്ചാർജ് ത്രൂ ദ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ അത് സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ്. സബ്മേർജ്ഡ് ഒറിഫൈസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടേ ഉള്ളൂ, CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു root 2GH അല്ലേ. അപ്പൊ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ CD ഇൻറ്റു റെക്ടാങ്കുലർ ഒറിഫൈസ് ആണെന്ന് വിചാരിക്കുക, CD ഇൻറ്റു B ഇൻറ്റു H2 മൈനസ് H1 ആയിരുന്നു. എന്ന് വെച്ചാൽ ആ ഒറിഫൈസിന്റെ ഡെപ്ത് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഒറിഫൈസ് ഇപ്പൊ ഏതാണ്, ഈ ഒരു ചെറിയ പോർഷൻ, അതായത് സബ്മേർജ് ചെയ്ത പോർഷൻ മാത്രം. അപ്പൊ ഈ 2 ആരോ മാർക്കിന്റെ ഇടയ്ക്കല്ലേ സബ്മേർജ് ചെയ്ത പോർഷൻ. അപ്പൊ ആ ഡെപ്ത് എത്രയാ, H2 മൈനസ് H അല്ലെ. H2 മൈനസ് H എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് ആണ്. നമ്മൾ ആ ഡെപ്തിന്റെ സ്ഥാനത്ത് H2 മൈനസ് H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സി ഡി ഇൻറ്റു ബി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് റൂട്ട് ടു ജി എച്ച് സെയിം ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ എന്തായിരുന്നു, രണ്ട് വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സബ്മേർജ്ഡ് കേസിൽ. സോ റൂട്ട് ടു ജി എച്ച്. സോ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഡിസ്ചാർജ് ത്രൂ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് ആണ്. സോ അത് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ രണ്ടിനെയും സം. അപ്പർ പോർഷൻ ഫ്രീലി ഡിസ്ചാർജിങ്, ലോവർ പോർഷൻ സബ്മേർജ്. സോ രണ്ടിനെയും സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, Q1 plus Q2. സോ ദ ഡിസ്ചാർജ് ത്രൂ ദ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് ഇസ് ഈക്വൽ ടു 2/3 CdB root 2G H raised to 3/2 minus H1 raised to 3/2 plus CdB into H2 minus H into root 2GH. So upper portion discharge കണ്ടുപിടിക്കുക, lower portion discharge കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസിന്റെ ഡിസ്ചാർജ് കിട്ടും. സോ ഇതിന്റെ ഒരു ചെറിയ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ യു ഹാവ് എ റെക്ടാങ്കുലർ ഓറിഫൈസ് 2 meter wide and 1.2 meter deep is fitted in one side of a large tank. The water level on one side of the orifice is 3 meters above the top edge of the orifice, and the water level is 0.5 meter below its top edge on the other side. So the other side ഇവിടെ വിട്ടുപോയതാണ്. Calculate the discharge through the orifice if CD is equal to 0.64. നോക്കാം. ഇതാണ് നമ്മുടെ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ്. പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ വാട്ടർ ലെവൽ ഓൺ വൺ സൈഡ് 3 meter അബവ് ദ ടോപ്പ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതർ സൈഡിൽ 0.5 ബിലോ ദ ടോപ്പ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെന്റൻസിൽ നിന്നാണ് നമുക്ക് ഇത് പാർഷ്യലി സബ്മേർജ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ദ ഓറിഫൈസ് ദാറ്റ് ഈസ് 2 meter, പിന്നെ ഡെപ്ത് ഓഫ് ഓറിഫൈസ് 1.2 meter. സോ ഡെപ്ത് എത്രയാണ്, 1.2 meter. നൗ ദ വാട്ടർ ലെവൽ ഓൺ വൺ സൈഡ് ഈസ് 3 meter അബവ് ദ ഓറിഫൈസ് അല്ലേ, അതായത് നമ്മുടെ H1 3 meter ആണ്. H1 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് 3 meter ആണ്. ഇനി എന്താ തന്നിട്ടുള്ളത്, CD തന്നിട്ടുണ്ട്, CD 0.64. നമുക്ക് H2 വേണം, ക്യാപിറ്റൽ H വേണം അല്ലേ. H2 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. H എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അത് രണ്ടും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം, നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമുണ്ട്. സോ ബോട്ടം എഡ്ജ് ഡിസ്റ്റൻസ് H2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഈ H1 പ്ലസ് ഡെപ്ത് ഓഫ് ഓറിഫൈസ് അല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് H2 കിട്ടിയല്ലേ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് H1 plus D. So you have 3 plus 1.2 which is 4.2 meter. So നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ട് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസുമാണ്. അപ്സ്ട്രീം ഇത്, ഡൗൺ സ്ട്രീം ഇത്, അത് തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ് ദാറ്റ് ഈസ് H. അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അറിഞ്ഞാലല്ലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം, ഈ ഡിസ്റ്റൻസ് അറിയാം, പക്ഷെ നമുക്ക് എത്ര ഡെപ്ത് വരെയാണ് അതിന്റെ ഫ്രീ ഡിസ്ചാർജിങ് ഉള്ളത് നമുക്ക് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ, വാട്ടർ ലെവൽ ഓൺ ദ അതർ സൈഡ് ഈസ് 0.5 meter ബിലോ ഇറ്റ്സ് ടോപ്പ് എഡ്ജ്. സോ ഈ സൈഡിൽ ടോപ്പ് എഡ്ജിന്റെ 0.5 meter താഴെയാണ്, ചിത്രത്തിൽ നോക്കുക, 0.5 meter താഴെയാണ് വാട്ടർ ലെവൽ ഉള്ളത്. സോ ഒന്നാമത്തേൽ അപ്പുറത്തെ സൈഡിൽ ടോപ്പ് എഡ്ജിന്റെ 3 meter മുകളിൽ, ഇപ്പുറത്തെ സൈഡിൽ ടോപ്പ് എഡ്ജിന്റെ 0.5 meter താഴെ. ഓക്കെ, ഇനി നമുക്ക് H കണ്ടുപിടിച്ചൂടെ. H എന്ന് പറഞ്ഞാൽ എന്താ, H1 plus 0.5 അല്ലേ, 3 plus 0.5 which is equal to 3.5 meter. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പർ പോർഷൻ ഇത്, ലോവർ പോർഷൻ ഇത്, അപ്പർ പോർഷനിൽ ലോവർ പോർഷനിൽ ഡിസ്ചാർജ് ആഡ് ചെയ്യാം. സോ അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീലി ഡിസ്ചാർജിങ് ഓറിഫൈസ് ആണ്. അതിന്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര, 2/3 CdB into root 2G into H raised to 3/2 minus H1 raised to 3/2 അല്ലേ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. CD 0.64 ആണ്, B 2 ആണ്, റൂട്ട് ഓഫ് 2 into 9.81. ഇവിടെ H എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അത് 3.5 നമ്മൾ കണ്ടുപിടിച്ചു. H1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3.5 raised to 3/2 minus 3 raised to 3/2. You get the answer as 5.109 meter cube per second. So discharge through the upper portion is equal to 5.109 meter cube per second. ഇനി ലോവർ പോർഷൻ സബ്മേർജ്ഡ് പോർഷൻ ആണ് അല്ലേ. സബ്മേർജ്ഡ് പോർഷൻ ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, CD into B into H2 minus H into root 2GH അല്ലേ. CD B H2 minus H into root 2GH. ഇതിപ്പോ സർക്കുലർ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, B into D വരും. ആ D എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷന്റെ മാത്രം ഡയമീറ്റർ എടുത്തിട്ടൊക്കെ കണ്ടുപിടിക്കണം, മനസ്സിലായോ. 5/4 D square, 5/4 D square D എന്ന് പറയുന്നത് ഇത്രയും പോർഷന്റെ D ആയിരിക്കും. സബ്മേർജ്ഡ് മാത്രമായിട്ടുള്ള ഡയമീറ്റർ എടുത്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. നമ്മളിവിടെ റെക്ടാങ്കുലർ ആയതുകൊണ്ട് B into D, അതായത് B into H2 minus H എടുക്കുന്നു into root 2GH. So 0.64 into 2 into
4.2 minus 3.5 into root of 2 into 9.81 into 3.5. Substitute here, you will get the answer as 7.425 meter cube per second. So here orifice in the top free discharging portion of 5.109 meter cube per second ആണ് discharge. താഴത്തെ submerged portion of 7.425 meter cube per second ആണ് discharge. So what is the total discharge through the orifice? It is Q1 plus Q2, which is equal to 12.534 meter cube per second. So total discharge 12.534 meter cube per second. So നമ്മൾ ഇന്ന് 3 ടൈപ്പ് orifices പഠിച്ചു. ലാർജ് റെക്ടാങ്കുലർ, പിന്നെ കണ്ടത് ഫുള്ളി സബ്മേർജ്. സോ അതിന്റെ രണ്ടിനെയും സമമായിട്ടുള്ള മൂന്നാമത്തത് പാർഷ്യലി സബ്മേർജ്ഡ് orifice. സോ ഇതിന്റെ ഓരോ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലറൈസ് ചെയ്യാൻ ഓരോ കേസിന്റെയും ഒരു പ്രോബ്ലംസ് കൂടെ ഓരോ പ്രോബ്ലം വെച്ച് ഞാൻ തരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. മൂന്നും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അധികം ചിന്തിക്കാനൊന്നുമില്ല, എളുപ്പമാണ്, സിംഗിൾ സ്റ്റെപ്പ് ആണ് അല്ലേ. ഓരോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. മൂന്നെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ പ്രോബ്ലംസും കൂടെ സബ്മിറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സോ വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് orifices-ന്റെ ഡിസ്ചാർജ് ആണ്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ടൈം ഫോർ എംപ്റ്റിയിങ് എ പ്രിസ്മാറ്റിക് ടാങ്ക്. ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിന്റെ ബോട്ടത്തിൽ ഒരു orifice ഉണ്ടെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ ഒഴുകി തീരാൻ എത്ര സമയമെടുക്കും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. അത് വെച്ചിട്ടുള്ള ടിപ്പിക്കൽ പ്രോബ്ലംസും കാണും. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.